ഞാനൊരു കഥ പറയാം എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയാണ് ഇന്നത്തെ വിഷയം. ഈ അടുത്ത കാലത്തിറങ്ങിയ സിനിമകളിൽ പ്രേക്ഷക ശ്രദ്ധ നേടിയ ഒന്നാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. പ്രേക്ഷകൻ അറിയുന്ന വിഷയങ്ങൾ തന്നെയാണ് സിനിമ സംസാരിക്കുന്നത്. പക്ഷേ മികച്ചതാകുന്നത് കഥ പറയുന്ന രീതിയിലൂടെയാണ്. എഡ്ജ് ഓഫ് ദ സീറ്റാണ് പ്രേക്ഷകന് ഓരോ സീനും. ഹരിയായി എത്തുന്ന കുഞ്ചാക്കോ ബോബൻ പ്രേക്ഷകനിൽ ആദ്യ കാഴ്ചയിൽ ദേഷ്യം തോന്നിപ്പിക്കുന്ന പോലീസുകാരനായും കഥ മുന്നോട്ട് നീങ്ങുമ്പോൾ നിസ്സംഗതയോടെ നിൽക്കുന്ന അച്ഛനായും മാറുന്നുണ്ട്. ഇതിലെ കുഞ്ചാക്കോ ബോബൻ്റെ അഭിനയം എനിക്ക് ഉറപ്പായും പറയാൻ കഴിയും. ഇതിലെ ഹരിയെ നിങ്ങൾ വേറെ എവിടെയും കാണില്ല. പുതിയ തലമുറയുടെ മാറുന്ന ചിന്താഗതിയും അതിലൂടെ നഷ്ടപ്പെടുന്ന തങ്ങളുടെ ജീവിതവും ഈ സിനിമ കാട്ടിത്തരുന്നു. ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത് ഷാഹി കബീർ എഴുതിയ ക്രൈം ത്രില്ലർ ചിത്രമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. വില്ലൻ വേഷങ്ങളിൽ എത്തുന്ന കഥാപാത്രങ്ങൾ സ്ക്രീനിലേക്ക് കയറുമ്പോൾ കഥയെ കൊണ്ടുപോകുന്നത് മറ്റൊരു എക്സ്ട്രീമിലേക്കാണ്. ബദല വികാരങ്ങൾ ഒന്നും തന്നെ അവകാശപ്പെടാനില്ലാത്ത തലമുറയുടെ ലഹരിമയമായ ജീവിത ശോഷിപ്പ്. തങ്ങളുടേതെന്ന് പറയാൻ വെറുപ്പും വിദ്വേഷവും മാത്രം നിറഞ്ഞാടുന്ന ജീവിത പശ്ചാത്തലത്തിലൂടെ മാത്രം നീങ്ങുന്നു ഇതിലെ വില്ലൻ കഥാപാത്രങ്ങൾ. ലഹരിയിലൂടെ നാളത്തെ യുവതലമുറയ്ക്ക് നഷ്ടപ്പെടുന്ന ഇന്നലകൾ. സ്വർണ്ണമാല മോഷണ കേസിൽ തുടങ്ങി അന്വേഷണം വഴി തുറക്കുന്നത് വലിയ കുറ്റകൃത്യങ്ങളിലേക്കാണ്. ഷാഹി കബീറിൻ്റെ കഥകളിൽ പോലീസുകാർ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ എപ്പോഴത്തെയും പോലെ ഇതിലും നല്ലതായി വരച്ചു കാട്ടിയിട്ടുണ്ട്. കുറ്റകൃത്യത്തിന് കാരണമാകുന്ന പ്രേരണയും കഥയിൽ വ്യക്തമാണ്. ഒരു തരത്തിൽ ക്രിമിനൽ സംഘത്തിൻ്റെ പ്രവൃത്തികളെ ഭാഗികമായി ന്യായീകരിക്കുന്നു. എന്നാൽ വേറൊരു രീതിയിൽ നോക്കിയാൽ കുറ്റകൃത്യത്തിൻ്റെ കാഠിന്യം മറുവശത്ത് തന്നെയാണ്. ഏതൊരു കുറ്റകൃത്യത്തിനും സമൂഹം അറിഞ്ഞോ അറിയാതെയോ ഒരു പങ്ക് വഹിക്കുന്നു. സ്ത്രീകൾ അനുഭവിക്കുന്ന ആക്രമണങ്ങൾ ഈ കഥയിലും ആവർത്തിക്കുന്നുണ്ട്. കഥയുടെ യാത്രയിൽ നടന്നതൊന്നും ആകസ്മികമായി അല്ല എന്ന് പ്രേക്ഷകന് മനസ്സിലാകും. ഈ ഘട്ടങ്ങളിൽ സിനിമ ഒരുക്കിയിരിക്കുന്ന ആക്ഷൻ സീക്വൻസ് പറയാതിരിക്കാൻ വയ്യ. കുഞ്ചാക്കോ ബോബന് അഭിനയ സാധ്യത നല്ല രീതിയിലുള്ള വേഷമാണ് ലഭിച്ചത്. എടുത്തു പറയേണ്ട പ്രകടനങ്ങൾ കാഴ്ചവെച്ച ജഗദീഷ്, പ്രിയാമണി, മീനാക്ഷി അനൂപ്, വിശാഖ് നായർ, മനോജ് കെയു തുടങ്ങിയവരാണ്. സംവിധായകനായ ജിത്തു അഷ്റഫും ഇതിൽ ഒരു നിർണായക വേഷം ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകരുടെ മുന്നിൽ എത്തിപ്പെടാത്ത അണിയറ പ്രവർത്തകരുടെ കയ്യൊപ്പും പ്രശംസനീയമാണ്.